ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ടൊരു പഴംപൊരിയാണ്. അധികം ആരും ഉണ്ടാക്കാത്ത ഒരു പഴംപൊരിയാണ്. കുറച്ച് മധുരം, കുറച്ച് എരിവ്, അതിൻ്റെ കൂടെ ഒട്ടും എണ്ണയും കുടിക്കുന്നില്ലേ. നമ്മൾ മാവിലൊന്നും മുക്കിയും പൊരിക്കുന്നില്ല. ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിനടുത്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന 3 നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാൻ. ഇത് നല്ല പഴുത്ത പഴമാണ്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുന്നതിൽ തന്നെ പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പഴംപൊരിക്ക് എടുക്കുന്ന പോലെയല്ല എടുക്കുന്നത്. ഇത് ചെരിച്ച് കട്ട് ചെയ്ത് നീളത്തി എടുക്കുകയാണേ. നമ്മൾ മാവിലൊന്നും മുക്കി പൊരിക്കാത്ത കൊണ്ട് തന്നെയാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കാവേ. നല്ല ടേസ്റ്റ് ഉണ്ട്. കരികരിപ്പ് കൊണ്ട് പുറത്ത്, അതുപോലെ തന്നെ അകം നല്ല സോഫ്റ്റുമാണ്. പഴുത്ത പഴം വേണം എടുക്കാൻ, ഒട്ടും കറചവ് കാണരുത്. ഇനി ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാവേ. കുറച്ച് വലിയ നേന്ത്രപ്പഴം വേണം എടുക്കാൻ, എന്നാലേ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളേ. കുറച്ച് കട്ടിക്ക് മുറിച്ചെടുത്താൽ മതി, തീർത്തും തിന്നാക്കണ്ടേ. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ബാക്കി കുറച്ച് ചേരുവകളേ ഉള്ളൂ, ഒരുപാട് ചേരുവകളൊന്നുമില്ല. ആർക്കും വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പഴംപൊരിയായത്. പിന്നെ എയർ ഫ്രയറിൽ വെച്ചൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒട്ടും എണ്ണ വേണ്ട, നമുക്ക് നല്ല കരികര കിട്ടുകയും ചെയ്യും. ഇത്ര സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പിയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ വേഗത്തിൽ നമുക്ക് ചെറിയ ചെറിയ സ്നാക്കുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും സമയം കിട്ടുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഈസിയാണെന്നുള്ളത്. ഇങ്ങനെ ഒരു വെറൈറ്റി പഴംപൊരി ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. നല്ല ടേസ്റ്റ് ഉണ്ട്, അതുപോലെ കഴിച്ചുകൊണ്ടേയിരിക്കും, നല്ല രുചിയാണ്. അങ്ങനെ നമ്മുടെ പഴമെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരേ കനത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പം 3 ഏത്തപ്പഴമാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് സ്നാക്ക് ഉണ്ടാക്കാൻ ഇത് മതിയേ. നല്ല വണ്ണമുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്താൽ മാത്രമേ ഇത്രയും കട്ടിക്ക് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചേരുവകൾ എടുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാവേ. ഇനി ഒരു ബൗൾ എടുക്കണം. അത് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം എടുക്കാനേ. അതിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്ന 1 കപ്പ് റവയാണ്. ഞാനിപ്പം 250 ഗ്രാം മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കാശ്മീരി ചില്ലി പൗഡറാണ്, അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കളറിനും എരിവിനും വേണ്ടിയിട്ടാണ്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരിയല്ലേ ഉണ്ടാക്കുന്നത്. ഒരു കൈയളവ് ആവശ്യത്തിന് ഉപ്പും, ഇത്രയും മാത്രം മതി. ഇനി ഇതുണ്ടല്ലോ, നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ആ മുളകൊന്നും കട്ട കെട്ടാതെ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും പിടിക്കണം കേട്ടോ. ഈ എരിവും മധുരവും എല്ലാം ബാലൻസ് ചെയ്യുന്ന ഞാൻ ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടവർ ചേർത്ത് വെച്ചാൽ മതി. പഴത്തിന് നല്ല മധുരമുണ്ടേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാവേ. അതിനുശേഷം ഈ മിക്സ് ഒന്ന് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് അധികം സാധനമൊന്നും വേണ്ട, വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം ഒരു കോഴിമുട്ട എടുക്കുന്നുണ്ട്. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം നല്ലോണം ഇതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഈ സമയത്തുണ്ടല്ലോ, കോഴിമുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് വാനില എസൻസ് വേണം ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. ഒരു ഫോർക്കും കൊണ്ട് നന്നായിട്ട് ഞാൻ പതപ്പിച്ചെടുത്തിട്ടുണ്ട് മുട്ട. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്സ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നേന്ത്രപ്പഴമില്ലേ, അതിലേക്ക് വേണം ഈ കൂട്ട് ചേർത്ത് കൊടുക്കാനേ. ഇനിയിപ്പോൾ കൂടുതൽ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടാം കേട്ടോ. 2 3 മുട്ട ചേർക്കാം. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഈ ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളേ. ഇനിയിപ്പം വാനില എസൻസും ചേർത്തതിന് ശേഷം ഒന്നുകൂടി നല്ല ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന പഴം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുഴിവുള്ള ബൗൾ വേണം എടുക്കാൻ കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് ഈ മുട്ടയുടെ കൂട്ട് അതിലോട്ട് ഒഴിക്കുമ്പോൾ എല്ലായിടത്തും പിടിക്കുകയുള്ളൂ. പരന്ന ബൗളിലിട്ട് ഇളക്കിയെടുക്കരുത്.
പഴം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഫോർക്ക് കൊണ്ട് ഇളക്കിയാണ്ടല്ലോ അത് ഉടഞ്ഞു പോവേ. അതുപോലെ നല്ല പഴുത്ത പഴമാണ് എടുക്കുന്നതെങ്കിൽ സൂക്ഷിച്ച് വേണം ഇളക്കിയെടുക്കാൻ. ഇനിയിപ്പം മുട്ടയുടെ കൂട്ട് ഞാനതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അടിയിൽ നിന്ന് മണ്ടയിലേക്കായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തത് മാറ്റി വയ്ക്കണം. ഒരു 5 മിനിറ്റ് നേരം ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഈ മുട്ടയെല്ലാം പഴുത്തി നന്നായിട്ട് പിടിച്ച് കിട്ടും. അതിനുശേഷം ബാക്കി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതെടുക്കാം. ഇപ്പോൾ അത് നല്ല സെറ്റായിട്ടിരിക്കുക. കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് ആ മുളകെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ പഴവും ഇട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇത് സാധാരണ ഏത്തപ്പഴം പൊരിക്കുമ്പോഴത്തേക്ക് നമ്മൾ മാവിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെയൊന്നും വേണ്ട. ഇത് ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അധികം എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ. എല്ലാ പഴവും നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ മതി. ഇത് കട്ട കെട്ടുക ഒന്നുമില്ല. അപ്രതീക്ഷിതമായിട്ട് വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിലേ നമുക്കിതുപോലെയുള്ള ചെറിയ സ്നാക്കൊക്കെയാണ് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ബാറ്റർ ഉണ്ടാക്കുന്ന സമയം പോലും വേണ്ട. ഇതൊന്ന് മുക്കി എടുത്തേച്ചാൽ മാത്രം മതി. ഒരു മുട്ടയും വടിച്ചെടുത്താൽ മതി. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. ഇനിയിപ്പം എല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാകുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ മതി. നമ്മുടെ ബനാന ഫ്രൈ റെഡിയാവും. ചില സമയത്തില്ലേ അപ്രതീക്ഷിതമായിട്ട് വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ, വേഗത്തിൽ നമുക്ക് അവർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പഴംപൊരിയായത്. നമ്മൾ സാധാരണ ബാറ്റർ ഉണ്ടാക്കുന്ന സമയം പോലും വേണ്ട. അതിനകമായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവേ. ഇപ്പോൾ എല്ലാം ഞാൻ കോട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഈ സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കി എടുക്കുന്ന നല്ല ടേസ്റ്റ്. ഞാൻ ചേർക്കുന്ന വെളിച്ചെണ്ണയാണ്. എല്ലാം നമുക്ക് ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചാലും ഒന്നും ഒട്ടിപ്പിടിക്കുകയില്ല. അതാ ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. നമ്മളിത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയേ വേണ്ട. ഇനിയിപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാവേ. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ മാക്സിമം ഉണ്ടാക്കുക. വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ്. പിന്നെ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യിലും ഉണ്ടാക്കാവേ. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ എല്ലാ പഴംപൊരിയും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് ക്രിസ്പിയായി വരുക. തീർത്തും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവേ. ഒരു ചെറിയ ഫാമിലിക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഈ 3 പഴം തന്നെ ധാരാളം മതിയേ. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി പീസ് ഉള്ളതുകൊണ്ട് കണ്ടില്ലേ, നമുക്ക് ഒത്തിരി പഴംപൊരി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം തിരിച്ചും മറിച്ച് വിട്ട് മൂപ്പിച്ചെടുക്കാം. അടിഭാഗം കണ്ടോ, ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്നാക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കേ അടി പിടിക്കാത്ത ഒരു പാനി വേണം ഉണ്ടാക്കാനേ. അപ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉടയാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ബാക്കിയിരിക്കുന്ന ഇതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി കിടന്നാൽ കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പം എണ്ണ നോക്കിയാൽ അറിയാം, ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. നമ്മൾ ആ ഒഴിച്ച എണ്ണ തന്നെ അതിലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയിരിക്കുന്ന ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നേന്ത്രപ്പഴവും റവയും വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കാറില്ലേ. പക്ഷെ ചിലവർക്കൊന്നും റവയൊന്നും ഇഷ്ടമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരൊക്കെ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കും കേട്ടോ. ബാക്കിയിരിക്കുന്ന പഴംപൊരിയും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ എണ്ണ കാണിച്ചു തരാം. ആ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കുകയില്ല. അതാണ് ഈ പഴംപൊരിയുടെ പ്രത്യേകതയെ. മിക്കവാറും എല്ലാവരുടെയും വീടുകളിലൊക്കെ ഇങ്ങനെ ബാക്കി വന്ന പഴങ്ങളൊക്കെ കാണും. അത് പഴുത്ത് കറുത്തുപോയ പഴമാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എത്ര പഴുക്കുന്നോ അത്രയും നല്ല ഈ പഴംപൊരിക്ക്. ഇപ്പം ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ഒഴിച്ച എണ്ണ ഉണ്ടോ അതുപോലെ തന്നെ നിൽപ്പുണ്ട്. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. അതാ ഈ പഴംപൊരിയുടെ പ്രത്യേകതയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ എല്ലാം ഫ്രൈ ആക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് മുറിച്ച് കാണിക്കാവേ. ചെറിയ തീയിലിട്ടത് വേവിച്ചെടുത്തുകൊണ്ടില്ലേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ ആകവേ. ഇപ്പം നമുക്കത് മുറിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും അത്രയ്ക്ക് സോഫ്റ്റ് അകഭാഗം. പക്ഷേ ഈ റവയുടെ കരികരിപ്പുണ്ടല്ലോ അത് നന്നായിട്ട് മുകളിലുണ്ട്. വാനില എസൻസ് ചേർത്തുകൊണ്ട് മുട്ടയുടെ സ്മെല്ല് ഒന്നുമില്ല. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ പഴംപൊരി കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ വേറൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.